പിന്നെ ഉള്ളത് നമ്മുടെ മെയിൻ സംഭവം ഡെലിവറി ടൈമായിരുന്നു. ദയ ഹോസ്പിറ്റലിലായിരുന്നു എൻ്റെ ഡെലിവറി. അപ്പോൾ ഞാൻ ഹൈറ്റ് ഉള്ളതുകൊണ്ട് നോർമൽ ഡെലിവറി നടക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങോട്ട് ചെന്നത്. പിന്നെ പോണതിന് മുന്നേ തന്നെ ഞാൻ ലിയാൻസിനെ പഠിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ നേരം പിന്നെ അനുഭവിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ സി സെക്ഷൻ ചെയ്യാൻ പറഞ്ഞോളൂ. കാരണം എൻ്റെ മൈൻഡിൽ സി സെക്ഷൻ ഭയങ്കര സുഖകരമായ കാര്യമാണെന്നായിരുന്നു ഞാൻ വിചാരിച്ചു വെച്ചിരുന്നത്. അപ്പോൾ ചെന്നു പെയിനുള്ള മെഡിസിൻ തന്നു. ആ സമയത്ത് ചെന്ന സമയത്ത് നമുക്ക് ഓൾറെഡി ലോ ലൈൻ ക്ലാസ്സിൻ്റെ ആയ കാരണം റിസ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 1 വീക്ക് മുന്നേ തന്നെ ഡെലിവറിക്ക് നോക്കാം എന്നുള്ളതല്ലേ പറയുന്നത്, പെയിനുള്ള മെഡിസിൻ തന്നിട്ട്. അപ്പോൾ പെയിനുള്ള മെഡിസിൻ കഴിച്ചിട്ട് അങ്ങനെ ഡൈലേഷൻ വന്നില്ല. പിന്നെയും ഇഞ്ചക്ഷനൊക്കെ വഴി പെയിൻ കൂട്ടാനുള്ളതൊക്കെ തന്നിരുന്നു. പക്ഷെ ഡൈലേഷൻ ആവാത്തതുകൊണ്ട് ലാസ്റ്റ് ടൈമിൽ നമ്മൾ സിസേറിയൻ ഒപ്റ്റ് ചെയ്യുക ചെയ്തത്. ഞാൻ അവിടെ കിടക്കുമ്പോൾ തന്നെ നോർമൽ ഡെലിവറിയുടെ ആൾക്കാരുടെ കരച്ചിലൊക്കെ കേട്ടിട്ട് എൻ്റെ പകുതി ജീവൻ പോയായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവരെയൊക്കെ കാണാൻ പറ്റിയിരുന്നു. ലിയാൻസിനൊക്കെ ലേബർ റൂമിൽ വന്നിരുന്നു. സെക്കൻഡ് സ്റ്റേജൊക്കെ ആയപ്പോൾ ഇവരെയൊക്കെ കയറ്റിയിരുന്നു, ചേച്ചീനെയും. ഞാൻ ആസ് യൂഷ്വൽ കരച്ചിലായിരുന്നു. പെയിൻ വരുമ്പോൾ നമുക്ക് അറിയണ്ടായിരുന്നില്ല എത്ര അധികം പെയിൻ ഉണ്ടെന്നുള്ളത്. എക്സ്പെക്ട് ചെയ്തിട്ടില്ല. എല്ലാവരും പെയിൻ ഉണ്ടെന്ന് പറയുമ്പോൾ ഞാൻ നോക്കുമ്പോൾ നാട്ടിലെല്ലാവരും പ്രസവിക്കുന്നു, മമ്മി ഒരു 3 പേരെ പ്രസവിച്ചു. അപ്പോൾ അത്ര കഷ്ടപ്പാടുള്ള കാര്യമില്ല എന്ന് വെച്ചിട്ടാണ് പോയത്. ചെന്നപ്പോൾ അത്യാവശ്യം നല്ല പെയിൻ ഉണ്ടായിരുന്നു. നമ്മുടെ പീഡ്സിൻ്റെ പെയിനിൻ്റെ ഇങ്ങനെ ഇരട്ടി കൂടി വരായിരുന്നു. അപ്പൊ കൊറേ കടിച്ചു പിടിച്ച് സഹിച്ചു. ലാസ്റ്റ് പറഞ്ഞ ആൾക്കാർ വെറുതെ പാനിക്കാക്കണ്ട, എല്ലാവർക്കും ഒരേപോലെ കൊറേ പേര് സിമ്പിൾ ആയിട്ട് പ്രസവിച്ചു വന്നു എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ ഡാഡിയുടെ സിസ്റ്റർ ഉണ്ട്, പുള്ളിക്കാരിയൊക്കെ പറഞ്ഞത് സിസേറിയൻ വളരെ ഈസിയാണെന്നാണ്. അപ്പൊ പലർക്കും പല ഇതായിരിക്കും. അപ്പൊ സിസേറിയനാന്ന് പറഞ്ഞപ്പോ ഞാൻ ചോക്കെ എന്തെങ്കിലും ആവട്ടെ, ഇത്ര നേരം വേദന സഹിച്ചത് മതി, സിസേറിയനാവന് പ്രശ്നമില്ല. അത് കഴിഞ്ഞപ്പോൾ വളരെ അവസ്ഥയായിരുന്നു. നിൽക്കാൻ പറ്റണില്ല, ഇരിക്കാൻ പറ്റണില്ല, കഷ്ടപ്പെട്ടിരുന്നു. ആൾക്ക് എഴുന്നേക്കാനും ലിയാൻസിനൊക്കെയാണ് പിടിച്ചപ്പോ ടോയ്ലറ്റിൽ പോവാനും ഒക്കെത്തിനും. പിന്നെ വെള്ള 2 സിസ്റ്റേഴ്സും പിന്നെ വെള്ളൊരു ചേച്ചിയും ഉണ്ടായിരുന്നു, ചേച്ചിന്. അപ്പൊ 2 മമ്മിമാർക്കും വരാൻ പറ്റിയില്ല. കാരണം എൻ്റെ മമ്മിക്കും ഭയങ്കര ടയർഡായിരുന്നു ആ ടൈമില്. പിന്നെ എൻ്റെ മമ്മിക്ക് സർജറി കഴിഞ്ഞ് ഇരിക്കുകയായിരുന്നു. മമ്മിയും സെയിം ഹോസ്പിറ്റൽ തന്നെയാണ് സർജറിയും കഴിഞ്ഞത്. അപ്പം അങ്ങനെ ഡെലിവറി എക്സ്പീരിയൻസ്. ആ സമയത്ത് നമ്മളങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയ അവസ്ഥയായിരുന്നില്ല. ഞങ്ങൾ ആലോചിക്കും, കുറേ സെലിബ്രിറ്റീസൊക്കെ ഇൻഫ്ലുവൻസേഴ്സൊക്കെ വീഡിയോ എടുത്ത് ഡാൻസ് ചെയ്യുന്നു, കൊച്ചിനൊക്കെ എടുത്ത് കൊണ്ടുവരും. പക്ഷെ ആ സമയത്ത് എനിക്ക് നടക്കാനുള്ള, നമ്മൾ പറയില്ലേ ആദ്യമായിട്ട് ലൈഫിൽ ഉണ്ടാകുമ്പോൾ നടക്കണ അവസ്ഥയാണ്. പിടിച്ച് നടക്കാൻ, കാലം തൂത്താനൊക്കെ ഭയങ്കര അവസ്ഥയാണ്. ഈവൻ മോഷൻ തന്നെ കൺട്രോൾ ഇല്ലാണ്ട് പോയി. ഇവരൊക്കെയാണ് പിന്നെ ക്ലീൻ ചെയ്തത്. അപ്പൊ അത് പോയ സമയത്തും കൊച്ചിന് പാല് കൊടുക്കണം എന്ന് പറഞ്ഞുള്ള അപ്പോഴാണ് നമുക്ക് മനസ്സിലാവണം ഒരു അമ്മയുടെ രോദനം. ആ സമയത്ത് കൊച്ചിന് നമുക്ക് കുറച്ച് നേരം അതിൻ്റെ ഇടയിൽ കൊച്ചിന് ഡീഹൈഡ്രേഷൻ പോലെ, കാരണം സിസേറിയൻ ആയതുകൊണ്ടായിരിക്കാം മിൽക്ക് വരാൻ ടൈം എടുത്തു. ഇപ്പം ലിയോറ ജനിച്ച സമയത്ത് ഞാൻ ഒബ്സർവേഷൻ റൂമിലാണല്ലോ. അപ്പം അത് കഴിഞ്ഞ് റൂമിലേക്ക് കൊണ്ടുവരും. പക്ഷെ ആ സമയത്തൊന്നും കൊച്ചിന് അങ്ങനെ പാല് കിട്ടണില്ല. എനിക്കും മിൽക്ക് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യണമല്ലോ. അപ്പോൾ ആ സമയത്ത് ഫസ്റ്റ് ഡേ നമ്മൾ ഫോർമുല മിൽക്ക് കൊടുത്തിരുന്നു. അന്ന് അവൾ ഓക്കെ ആയിരുന്നു. പക്ഷെ പിറ്റത്തെ ദിവസം ഫോർമുല മിൽക്ക് കൊടുക്കാൻ പറ്റിയില്ല. കാരണം അവർ ബ്രസ്റ്റ് ഫീഡാണ് എൻകറേജ് ചെയ്യുന്നത്, മദർ മിൽക്കാണ്. അപ്പൊ മിൽക്ക് വന്നു തുടങ്ങിയിട്ടുമില്ല, കൊച്ചിനൊന്നും കിട്ടിയിട്ടുമില്ല. അപ്പൊ ഞാൻ വിചാരിക്കണം അതുകൊണ്ടൊക്കെ ആയിരിക്കണം പെട്ടെന്ന് തന്നെ കൊച്ചിന് ഡീഹൈഡ്രേഷൻ വന്നിട്ട് പിന്നെ NICU കിടത്തേണ്ടിയൊക്കെ വന്നു. അപ്പോൾ നിങ്ങളൊരു പ്രഗ്നന്റ് വുമൺ ആണ്, നിങ്ങളും സി സെക്ഷനിലൂടെയൊക്കെയാണ് പോകണമെന്നുണ്ടെങ്കിൽ കൊച്ചിന് ഫോർമുല മിൽക്ക് കൊടുക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നം വിചാരിക്കേണ്ടെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. കാരണം ആ സമയത്ത് കൊച്ചിന് എന്തെങ്കിലും വാട്ടർ കണ്ടന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ലിക്വിഡായിട്ട് വയറ്റിലെത്തണം. നമ്മൾ ആ സമയത്ത് ഫോർമുല മിൽക്ക് കൊടുത്താൽ പ്രശ്നമൊന്നും വിചാരിക്കണ്ട. ഒന്നും കൊടുക്കാനേക്കാളും ഭേദമാണ് ഫോർമുല മിൽക്ക്. ഈവൺ എൻ്റെ കുറേ ഫ്രണ്ട്സ് ഫോർമുല മിൽക്ക് മാത്രം കണ്ടിന്യൂ ചെയ്തിട്ട് കൊച്ചിന് അങ്ങനെ ഒരു ഇമ്മ്യൂണിറ്റിയുടെ ഇഷ്യൂ അങ്ങനെ അല്ല, അതൊന്നും പറയാൻ പറ്റില്ല. മദർ മിൽക്കിന് എപ്പോഴും ഇമ്പോർട്ടൻസ് ഉണ്ട്. സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ എണീറ്റിരുന്ന് പാല് കൊടുക്കാനൊക്കെ, ബാക്ക് പെയിനും ഒക്കെ ഉള്ള സമയം. ആ സമയത്ത് രണ്ടും കൂടി മിക്സ് ചെയ്ത് കൊടുക്കണത്
അമ്മയ്ക്കും കൊച്ചിനും ഒരുപോലെ ഹെൽപ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയായിരുന്നു.